കൊല്ലം ഷാഫി, താങ്കൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രച്ഛന്ന വേഷം മത്സരത്തിന് സ്റ്റേജിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കുന്നതാ പഠിച്ചത്? കുട്ടേട്ടൻ ശരിക്കും പറഞ്ഞാല് ഗവേഷകൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് കുട്ടേട്ടനെ എല്ലാരും. എന്താ സംഭവിച്ചെന്ന്? ഞാന് ഈ പ്രച്ഛന്ന വേഷത്തിന് പങ്കെടുക്കണം, പാട്ടിനൊന്നും പങ്കെടുക്കാൻ എനിക്ക് പേടിയാ. കാരണം മറ്റ് നമ്മളെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള പാട്ടുകാരും മിമിക്രിക്കാരൊക്കെ ഉള്ളപ്പം ആകെ പറ്റാവുന്നത് പ്രച്ഛന്ന വേഷത്തിൽ ഒരു കൈ നോക്കാന്നാണ്. അപ്പൊ എൻ്റെ കൂടെയുള്ള പ്രവീൺ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ് നീ നല്ലൊരു സംഭവം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പം എനിക്ക് വേണ്ടി അതിന് കോസ്റ്റ്യൂം വാങ്ങിക്കാൻ പോയ എൻ്റെ സുഹൃത്ത് വേറെ ആളോട് കടം വാങ്ങിയിട്ട് കൊണ്ടുവരികയാണ്. അവൻ നേരം വൈകി. അപ്പൊ ചെസ് നമ്പർ എൻ്റെ അടുത്ത് വിളിക്കാറായി. അപ്പൊ ഇവൻ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, കുറച്ച് കരിവാരി തേച്ച് നമുക്ക് കാട്ടാളനാകാം, സ്ഥിരം ഈ പ്രച്ഛന്ന വേഷത്തിൽ കാണുന്ന സാധനം ഞാൻ ചെയ്തു തരാം, നിന്നെ ഞാൻ ഇപ്പൊ ശരിപ്പെടുത്തി തരാന്നാണ്. ഇവൻ ഓടിപ്പോയി മാവിന്റെ മുകളിൽ നിന്ന് കുറെ ഇലകളൊക്കെ പറിച്ച് സെറ്റാക്കി കാറിന്റെ മുകളിൽ സെറ്റാക്കിയിട്ട് എനിക്ക് കെട്ടിത്തന്നു. ഞാൻ ഇത് വിട്ട് സ്റ്റേജ് കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ 4 കരണം മറിച്ചലും ഓട്ടവും കൂക്കിയും വിളിയാണ്. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാല് എനിക്ക് പക്ഷെ പ്രൈസ് 2ാം സമ്മാനം കിട്ടി കേട്ടോ. ആകെ 3 ആളെ മത്സരിച്ചുള്ളൂ, 2ാം സമ്മാനം എനിക്ക് കിട്ടി. കാരണം കാട്ടിൽ വളരുന്ന ഒരാള് സാധാരണ കാണിക്കുന്ന കുറെ സാഹസികതകളൊക്കെ ഞാൻ അവിടെ ഓട്ടോമാറ്റിക്കലി കാണിച്ചു. അതിന് വേറെ റിഹേഴ്സൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ വേണ്ടോളം പുളിയൻ ഉറുമ്പ്, ഈ ഞങ്ങളെ നാട്ടിൽ മീറെന്നൊക്കെ പറഞ്ഞ സാധനം, ഇവ ഈ ഇല അതിന്റെ കൂടടക്കാണ് പറിച്ചിട്ട് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഇതുകൊണ്ടുള്ള കടിക്കാൻ തുടങ്ങിയത് മാത്രമല്ല പറയണ്ടേ, എവിടെയൊക്കെ പോയി അതാണ്. കുഞ്ഞനന്തന്റെ കട എന്നുള്ള സിനിമയില് വിനോദ് കോവൂർ അഭിനയിച്ചു. അവിടെ പോയപ്പോ എന്തൊരു സംഭവം ഉണ്ടായല്ലോ. അയ്യോ, അത് ചെറിയ വേഷമാണ്. പക്ഷെ അതിനകത്ത് ഞാൻ എന്നെ സിനിമയിലേക്ക് വിളിച്ചപ്പോ കൺട്രോളർ പറഞ്ഞു വിനോദ് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞാല് അവസരം നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാൻ അറിയുന്നു പറഞ്ഞു. എന്നാല് 4-ാം തീയതി ഷൂട്ടാണ്, അപ്പോൾ വരണം എന്ന് പറഞ്ഞു. ചെറിയൊരു വേഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4-ാം തീയതിക്ക് ഒരു 5 ദിവസമുണ്ട്. പിറ്റേ ദിവസം മുതൽ ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെ അയാളെ ഓട്ടോറിക്ഷയുള്ള ഒരാളാണ്, അയാളുടെ കൂടെ പോയി ഞാൻ ഓട്ടോറിക്ഷ ഒന്ന് ഓടിച്ച് പഠിച്ചു. ഓടിക്കാൻ കാരണം ബൈക്ക് അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അയാൾ പറഞ്ഞ രീതിയിൽ നമുക്ക് ഓടിച്ചു പോകുന്നതാണ്. പക്ഷേ ഷൂട്ടിങ്ങിന് അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പം ഓട്ടോറിക്ഷയോടെ ചോദിച്ചു ഇതാണ് ഓട്ടോറിക്ഷ എന്ന്. അപ്പോൾ സംഭവം പെട്ടി ഓട്ടോയാണ്. പെട്ടി ഓട്ടോറിക്ഷയില്ലേ, സാധാരണ ട്രാവൽ ചെയ്യുന്ന ഓട്ടോറിക്ഷയല്ല. ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ നിറയെ വിറക് നിറച്ചു വെച്ചിരിക്കുക. അപ്പൊ ഈ വിറക് മമ്മൂക്കയുടെ വീട്ടിലെത്തിക്കുന്നത് എന്റെ ക്യാരക്ടറാണ്, ഞാനാണ് എത്തിക്കേണ്ടത്. ഈ മമ്മൂക്കയുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കയറ്റമാണ്. കയറ്റം എന്ന് പറഞ്ഞാൽ താറിട്ട റോഡൊന്നല്ല, മണ്ണിട്ട കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞൊരു റോഡാ. ഈ റോഡിലൂടെ കയറ്റിയിട്ടാണ് ഞാനിത് മുകളിൽ എത്തിക്കേണ്ടത്. എന്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. കാരണം ഈ പെട്ടി ഓട്ടോ ആണെന്ന കാര്യം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ഉടനെ ഓട്ടോറിക്ഷക്കാരനെ ചോദിച്ചു, ചേട്ടാ ഇതിന്റെ ഇത് എങ്ങനെയൊക്കെയാ? ഞാൻ മറ്റേ ഓട്ടോ, അത് കുഴപ്പമില്ല, അത് ഏകദേശം അതുപോലെ തന്നെയൊക്കെയാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞു തന്നു. സ്റ്റാർട്ടൊക്കെ ആക്കി ആക്ഷൻ പറഞ്ഞു. ഞാൻ ഓട്ടോ എടുത്തോണ്ട് പോയി. ഓട്ടോ ഇങ്ങനെ കയറി എന്നോടൊരു പൊസിഷൻ പറഞ്ഞു അവിടെ എത്തിയിട്ടാന്ന് നിൽക്കുന്നത്. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് ഓട്ടോ നിന്നുപോയി. ഓട്ടോ ഓഫായതും ഓട്ടോ പുറകോട്ട് വരാൻ തുടങ്ങി. കാരണം ഇത്രയും വെയിറ്റ് ഉണ്ട് ഇപ്പോൾ ഓട്ടോയിലേ, ഈ വിറക് മുഴുവൻ ഇരിക്കല്ലേ. പുറകോട്ട് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എവിടെയാ പിടിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ചാടണമെന്നും അറിയില്ല. പക്ഷെ അപ്പോഴേക്കും അവിടെ ഈ ഷൂട്ടിംഗ് കാണാൻ വന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി. ഇവരെല്ലാം വന്ന് താങ്ങി പിടിച്ച് ഓട്ടോറിക്ഷയെ നിർത്തിച്ചിട്ട് എന്നോട് ഇറങ്ങാൻ പറഞ്ഞ് ഒറിജിനൽ ഡ്രൈവർ കയറി. അയാൾ സ്റ്റാർട്ടാക്കിയിട്ട് അയാൾ വീണ്ടും താഴോട്ടെ കൊണ്ടുവന്നു. അപ്പോൾ കൺട്രോളർ എന്താ വിനോദേ? ഞാൻ പറഞ്ഞു ഏട്ടാ ഞാനും മറ്റേ ഓട്ടോറിക്ഷ വെച്ച് പരിചയമുള്ളൂ, ആ റോട്ടിൽ കൂടെ ഇങ്ങനെ ഒരു കയറ്റത്തിലേക്കാണ് ഓടിക്കണമെന്ന്, അതും ഫുള്ള് വിറകുണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ. എന്താ ചെയ്യാൻ പറ്റുമോ? അവന് ചെയ്യാം. ഷാഫിയാണെ താർത്തന്നെ അല്ലേ, കലക്കി കുടിച്ചാളല്ലേ. എത്ര കാലം ഓടിച്ചു ഓട്ടോറിക്ഷ? നൈറ്റ് ഷിഫ്റ്റില് 1-1.5 കൊല്ലം. അല്ല, എല്ലാം നൈറ്റ് ഷിഫ്റ്റ് അല്ല, അത് ആ മുതലാളി ഉണ്ടായിരുന്നപ്പോഴാണ്. ഞാൻ ഈ പറഞ്ഞ ഗുഡ്സ് കുറെ ഓടിച്ചിട്ടുണ്ട്. ലജ്ജാവതി എന്ന് പേരുള്ള ഒരു ലജ്ജാവതി അന്ന് ആ സോങ് ഇറങ്ങിയ ലജ്ജാവതി. ഓ, ആ സമയം അല്ലേ. എന്നിട്ട് ഇത് പിന്നെ റീടേക്ക് എടുത്തപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ചു, കറക്റ്റ് സ്ഥലത്ത് കുറച്ചു നിർത്തി. മമ്മൂട്ടിയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നന്നായി.